أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل وسلم. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പുനർജീവിപ്പിക്കാൻ സാധിക്കും എന്നാണ് നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത്. മക്കക്കാരെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, കൈഫ തക്ഫുറൂന ബില്ലാഹ്, എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുക? വകുന്തും അംവാതൻ, നിങ്ങൾ ഈ ഭൂമുഖത്തേക്ക് വരാതെ നിങ്ങളുടെ ഉപ്പമാരുടെ മുതുകിൽ ആയിരുന്നല്ലോ. ഫഅഹ്യാക്കും, പിന്നെ നിങ്ങൾക്ക് മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ജീവൻ നൽകി. സുമ്മയുമീത്തുക്കും, പിന്നെ നിങ്ങളുടെ അവധിയെത്തുന്ന സമയത്ത് നിങ്ങളെ അവൻ മരിപ്പിച്ചു. സുമ്മയുഹ്യീക്കും, പിന്നെ അവൻ പുനർജീവിപ്പിക്കുകയും ചെയ്തു. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നെ അവനിലേക്ക് തന്നെ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം എത്തിക്കാൻ വേണ്ടി മടക്കുകയും ചെയ്തു. ഇത് അവരോട് പറഞ്ഞു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയാൻ കൽപ്പിച്ചപ്പോൾ ശത്രുക്കൾ പറഞ്ഞു, അതെങ്ങനെയാണ്? പുനർജീവിതമൊന്നും ഉണ്ടാവില്ലല്ലോ, മരണത്തോടുകൂടെ എല്ലാം കഴിഞ്ഞു എന്ന രൂപത്തിൽ അവർ സംസാരിച്ചു. അപ്പോൾ ആ നിഷേധിച്ചതുകൊണ്ട്, പുനർജന്മത്തെ നിഷേധിച്ചതുകൊണ്ട് അതിന് വീണ്ടും തെളിവ് പറയേണ്ടി വന്നു. അപ്പം അതിനൊന്നുകൂടി പറയുകയാണ്, ഒരു തെളിവും കൂടി പറയുകയാണ്. എന്നാലും നമ്മൾ അവിടെയാണ് പറഞ്ഞു നിർത്തിയത്. വഖാല ദലീലൻ അലൽ ബഅസി ലിമാ അൻകറൂഹു. വഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദലീലൻ അലൽ ബഅസി, പുനർജീവിപ്പിക്കും എന്നതിൻ്റെ തെളിവ് ആയ അവസ്ഥയിൽ അള്ളാഹു പറഞ്ഞു, ലിമാ അൻകറൂഹു, അവർ ആ ബഅസിനെ, പുനർജീവിപ്പിക്കുന്നതിനെ നിഷേധിച്ച കാരണത്തിനു വേണ്ടി. പുനർജീവിപ്പിക്കുമെന്ന കാര്യം അവർ തള്ളിക്കളഞ്ഞു, നിരാകരിച്ചു, നിഷേധിച്ചു. ആ വിഷയം അത് ഗൗരവമുള്ളതാണ്. അതിന് തെളിവായി അള്ളാഹു പറഞ്ഞു, ഹുവല്ലദീ ഖലഖ ലകും മാ ഫിൽ അർദി ജമീഅ ثم استوى إلى السماء فسواهن سبع سماوات وهو بكل شيء عليم. ഓക്കെ. ഹുവല്ലദീ, അവൻ, അല്ലദീ, ഒരുവനാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയാം. ഹുവ, അവൻ, അതായത് അള്ളാഹു, അല്ലദീ, ഒരുവനാണ്. എങ്ങനെയുള്ള ആളാണ്? ഖലഖ ലക്കും, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് ഉപകാരമെടുക്കാൻ വേണ്ടി അവൻ പടച്ചിരിക്കുന്നു. മാ ഫിൽ അർദി, ഭൂമിയിലുള്ളതിനെ. അയിൽ അർദി വമാ ഫീഹ, ഭൂമിയെയും ഭൂമിയിലുള്ളതിനെയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഉപകാരമെടുക്കുന്നതിന് വേണ്ടിയാണ്
ഭൂമിയെയും ഭൂമിയിലുള്ളതിനെയും പടച്ചത്. ജമീഅൻ മുഴുവനും ഭൂമിയും ഭൂമിക്കുള്ളിലുള്ള മുഴുവൻ വസ്തുക്കളെയും ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളെയും നിങ്ങൾക്ക് വേണ്ടിയാണ് അവൻ പടച്ചത്. ലിതൻതഫിഉ ബിഹി, ആ വസ്തുക്കളെ കൊണ്ട് നിങ്ങൾ പ്രയോജനമെടുക്കാൻ വേണ്ടി, ഉപകാരം എടുക്കാൻ വേണ്ടി. വതഅ്തബിറു, നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കാൻ വേണ്ടിയും. അള്ളാഹു ഏകനാണ്, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നൊക്കെ മനസ്സിലാക്കി വിശ്വാസം ശരിയാവുന്നതിനു വേണ്ടി, അതുപോലെ നിങ്ങൾക്ക് ഉപകാരമെടുക്കുന്നതിന് വേണ്ടിയുമാണ് ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളെയും അവൻ പടച്ചത്, നിങ്ങൾക്ക് വേണ്ടി പടച്ചത്. സുമ്മസ്തവ, പിന്നെ ബഅദ ഖൽഖിൽ അർളി, ഭൂമിയെ പടച്ചതിനു ശേഷം അവൻ ഖസദ, അവൻ ഉദ്ദേശിച്ചു. ഇസ്തവ എന്ന് പറഞ്ഞാൽ ഖസദ, ഉദ്ദേശിച്ചു, ലക്ഷ്യം പിടിച്ചു. ഇലസ്സമായി, ആകാശത്തിലേക്ക് ലക്ഷ്യം പിടിച്ചു. ഭൂമി പടച്ചു. അലൈഹിസ്സലാം. ഭൂമി പടച്ചു. ഭൂമിയെ പടച്ചു കഴിഞ്ഞ് പിന്നീട് ആകാശത്തിലേക്ക് അവൻ ഉദ്ദേശിച്ചു. എന്നിട്ട് ഫസവ്വാഹുന്ന, ആകാശങ്ങളെ അവൻ ക്രമപ്പെടുത്തുകയും ചെയ്തു. അവിടെ ഫസവ്വാഹുന്ന എന്നത്, ഹുന്ന എന്ന് ബഹുവചനമാണ് ദമീർ. ഹുന്ന അവകൾ എന്നാണ് അർത്ഥം. ശരിക്ക് അസ്സമാ എന്ന് പറഞ്ഞാൽ ഒന്നുള്ളൂ. ആകാശം എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചത് അസ്സമാ എന്നാണ്. അപ്പം അതിലേക്ക് ഉദ്ദേശിക്കുന്ന ലമീർ അപ്പോൾ ഫസവ്വാഹു എന്നാണ് പറയേണ്ടത്. അതിലേക്ക് എന്താ ശരിക്കും പറയേണ്ടത്? സവ്വാഹു എന്നാണ് പറയേണ്ടത്. അപ്പോൾ അവിടെ ഫസവ്വാഹുന്ന എന്ന് പറയാൻ കാരണം വേറൊരായത്തിൽ ഫഖലാഹുന്ന എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഫഖലാഹുന്ന, അവകളെ അള്ളാഹു നിശ്ചയിച്ചു, ആകാശങ്ങളെ അള്ളാഹു നിശ്ചയിച്ചു. അപ്പൊ അതിലേക്ക് മടങ്ങുന്നതാണ് ഇത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആകാശം എന്നവിടെ പരാമർശിച്ചുവെങ്കിലും ആകാശങ്ങൾ എന്നതിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ പറഞ്ഞത്. അവകൾ എന്നാണ് ഹുന്ന എന്നതിൻ്റെ അർത്ഥം. അപ്പം അതിലൊരു ഗ്രാമർ പരമായിട്ടൊരു വിഷയം പറയാം. ഫസവ്വാഹുന്ന എന്നതിൽ ലമീർ യർജിഉ ഇല സമായി, അത് സമായിലേക്ക് തന്നെ മടങ്ങുന്നതാണ്. സമാ എന്നുള്ളത് ഏകവചനമാണ്, ഹുന്ന എന്നത് ബഹുവചനമാണ്. ബഹുവചനം ഏകവചനത്തിലേക്ക് മടങ്ങൂല. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ മടക്കിയത്? ലി അന്നഹ ഫി മഅനൽ ജുംല, അതൊരു കൂട്ടത്തിന്റെ അർത്ഥമാണ്. ആകാശം എന്നുള്ളത് ഒരു കൂട്ടമാണ്. അൽ ആയിലത്തി ഇലൈഹി, ഒന്നിലേക്ക് മടങ്ങുന്ന ഒരു കൂട്ടങ്ങളാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ഒന്നാണ് ശരിക്ക്, അതിലേക്ക് എത്തിച്ചേരുന്ന ഒരു കൂട്ടം വസ്തുക്കളാണ്. ഐ സ്വയ്യറഹ, അതായത് ആകാശങ്ങളെ അള്ളാഹു ആക്കി എന്നർത്ഥം, ക്രമപ്പെടുത്തി. കമാഫി ആയത്തിൻ നുഖറ ഫഖലാഹുന്ന, മറ്റൊരു ആയത്തിൽ ഖലാഹുന്ന എന്ന് അള്ളാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട്. ചുരുക്കി പറയട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെയും ഭൂമിയിലുള്ളതിനെയും മുഴുവൻ നിങ്ങൾക്കു വേണ്ടി സൃഷ്ടിക്കുകയും എന്നിട്ട് ആകാശത്തിനെ സബ്അ സമാവാത്തിൻ, അവൻ 7 ആകാശങ്ങളാക്കുകയും ചെയ്തു, 7 തട്ടുകളാക്കുകയും ചെയ്തു. വഹുവ ബികുല്ലി ശൈഇൻ അലീം, അവൻ എല്ലാ വസ്തുക്കളെ കൊണ്ടും അറിവുള്ളവനാണ്. എല്ലാ കാര്യവും അള്ളാഹുവിനറിയാം. മുജ്മലൻ, മൊത്തത്തിലും അറിയാം, ഹോൾസെയിലായിട്ടും അറിയാം, മുഫസ്സലൻ, റീറ്റെയിലായിട്ടും അറിയാം. ഓരോന്നിനെ കുറിച്ചും എന്താ പറയുക, ഡീറ്റെയിൽഡ് ആയിട്ടും അറിയാം, അതുപോലെ മുജ്മലൻ, മൊത്തത്തിലും അറിയാം. അഫലാ തഅ്തബിറൂൻ, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ?
അന്നൽ ഖാദിറ തീർച്ചയായും കഴിവുള്ളവൻ അലാ ഖൽഖി ദാലിക ഈ പറഞ്ഞതിനെ പടക്കാൻ കഴിവുള്ളവൻ ഇബ്തിദാഅൻ തുടക്കത്തിൽ തന്നെ ഒരു മോഡലും ഇല്ലാതെ, ഭൂമിക്കൊരു മോഡലില്ല, ആകാശത്തിനൊരു മോഡലില്ല, മോഡലില്ലാതെ ഈ പറയപ്പെട്ട ഭൂമിയെയും ആകാശങ്ങളെയും പടക്കാൻ കഴിവുള്ളവൻ വഹുവ അഅ്ളമു മിൻകും ഏതവസ്ഥയിൽ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാളും വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. അങ്ങനെയുള്ള അള്ളാഹു ഈ ഭൂമിയെ പടക്കാൻ കഴിവുള്ളവൻ ഖാദിറുൻ അലാ ഇആദതിക്കും നിങ്ങളെ തന്നെ മടക്കി കൊണ്ടുവരാൻ കഴിവുള്ളവൻ തന്നെയാണ്. ഭൂമിയെ പടക്കാൻ കഴിവുള്ളവൻ, ആകാശത്തിനെ പടക്കാൻ കഴിവുള്ളവൻ. എന്തായാലും നിങ്ങളിപ്പോൾ ഭൂമിയെ കുറിച്ചോ ഭൂമിയുടെ അത്രയോ ആകാശത്തിൻ്റെ അത്രയോ അത്ഭുതങ്ങളോ വലുപ്പമോ ഉള്ള ആളുകളല്ല മനുഷ്യർ. അപ്പോൾ മുൻപ് ഒരു മാതൃകയില്ലാതെ, ഒരു മോഡലില്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ നിങ്ങളെ ഇനി മരണപ്പെട്ട് കഴിഞ്ഞ് പുനർജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അതിനൊരു പോയിന്റ് പറഞ്ഞു കൊടുത്തതാണ്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ ആയത്തൊന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ശത്രുക്കള് പുനർജീവിതത്തെ നിഷേധിക്കുകയാണ്. അപ്പൊ അവരോട് പറയാൻ ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളെയും അവൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനാണ്. സുമ്മസ്തവാ ഇലസ്സമാ പിന്നെ ആകാശത്തിലേക്ക് അവൻ ലക്ഷ്യം വെച്ചു. ഫസവ്വാഹുന്ന സബ്അ സമാവാത് അങ്ങനെ ആകാശങ്ങളെ 7 എണ്ണമാക്കി മാറ്റി. വഹുവ ബികുല്ലി ശൈഇൻ അലീം അവൻ എല്ലാ വസ്തുക്കളെക്കുറിച്ചും അറിവുള്ളവനാണ്. നമുക്ക് ഭൂമിയിൽ ഏതൊക്കെ കാര്യങ്ങൾ അറിയാം, നമ്മൾ അതൊന്നും ആലോചിച്ചാൽ മതി. ആകാശത്ത്, ബഹിരാകാശത്ത്, അതുപോലെ നമ്മൾ പറയുന്ന മറ്റ് ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് എന്തെല്ലാം അറിവുകളുണ്ട്. അതൊക്കെ പരിമിതമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഓരോ വസ്തുക്കളെക്കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് അറിവുണ്ട്. അപ്പോൾ നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ? ഭൂമിയെ പടക്കാൻ കഴിവുള്ളവൻ നിങ്ങൾ മരണപ്പെട്ട് നിങ്ങളെ മടക്കിക്കൊണ്ടുവരാൻ കഴിവില്ലാത്തവനാകുമോ എന്ന് ചോദിക്കുക. അപ്പോൾ ബുദ്ധിപരമായിട്ട് ചിന്തിപ്പിക്കുകയാണ് അവരെ ചെയ്യുന്നത്. അല്ലാതെ അവരോട് നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് വിശ്വസിക്കൂല. അതുകൊണ്ടാണ് വിശ്വാസം എങ്ങനെ വേണം, അത് ബുദ്ധിപരമായി ബോധ്യപ്പെടണം. അതുകൊണ്ടാണ് ബുദ്ധിപരമായിട്ടുള്ളൊരു ഉപമ, ഒരു ഉദാഹരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഇനി പറയട്ടെ. അങ്ങനെ അത് അവരെ ഇനി ചിന്തിക്കണവർക്ക് ചിന്തിച്ച് റെഡി ആയിക്കോട്ടെ. ബാക്കിയുള്ളവരെന്താവണം? ബാക്കിയുള്ളവർ ഇനി ചിന്തിക്കാനും പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഇനി വേറെ വിഷയത്തിലേക്ക് വരാം. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قال إني أعلم ما لا تعلمون. നോക്കാം. വദ്കുർ ഓർക്കൂ നബിയെ, യാ മുഹമ്മദ് നബിയെ നിങ്ങൾ ഓർക്കുക. ഇദ് ഖാല റബ്ബുക
നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞ സമയം. ലിൽ മലായിക്കത്തി, മലക്കുകളോട് പറഞ്ഞ സമയം. എന്താണ് പറഞ്ഞത്? ഇന്നി, തീർച്ചയായും ഞാൻ, ജാഇലുൻ, ഞാൻ സംവിധാനിക്കുന്നു, ഫിൽ അർളി, ഭൂമിയിൽ, ഖലീഫത്തൻ, ഒരു പ്രതിനിധിയെ സംവിധാനിക്കുന്നു. അതൊരു തീരുമാനം പറയാം. അല്ലാഹ് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുകയാണ്, സംവിധാനിക്കുകയാണ് എന്ന് മലക്കുകളോട് അള്ളാഹു റബ്ബ് പറഞ്ഞ സമയം നിങ്ങളൊന്ന് ഓർക്കണം നബിയെ. എങ്ങനെയുള്ള പ്രതിനിധിയാണ്? യഖ്ലുഫുനി, അവൻ എനിക്ക് പ്രതിനിധിയാകും, ഫീ തൻഫീദി അഹ്കാമി, എൻ്റെ നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്ന വിഷയത്തിൽ, ഫീഹ, ഭൂമിയിൽ, ഭൂമിയിൽ എൻ്റെ നിയമങ്ങൾ നടത്തുന്ന വിഷയത്തിൽ എന്നെ പ്രതിനിധീകരിക്കുന്ന ഒരാളെ ഞാൻ ഭൂമിയിൽ സംവിധാനിക്കുന്നു എന്ന് മലക്കുകളോട് അല്ലാഹു പറഞ്ഞു. ആരാണത്? വഹുവ ആദമു, അത് ആദം നബി അലൈഹിസ്സലാമാണ്. ഖാലൂ, അപ്പോൾ മലക്കുകൾ പറയുകയാണ്, മലക്കുകൾ തിരിച്ചു ചോദിക്കുകയാണ്, അതജഅലു ഫീഹ, ഭൂമിയിൽ നീ സംവിധാനിക്കുകയാണോ റബ്ബേ, മൻ, ഒരുത്തരെ, യുഫ്സിദു ഫീഹ, ഭൂമിയിൽ അവർ നാശമുണ്ടാക്കുന്നു. മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കാൻ, അതുപോലെ പ്രതിനിധിയാക്കാൻ ഒരു മുഷാവറ ചെയ്യുകയാണ്. മുഷാവറ അള്ളാഹുവിന് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ അത് നമുക്ക് പഠിപ്പിച്ചു തരാം. നമ്മളൊരു കാര്യം തീരുമാനിക്കുമ്പോൾ, നമ്മളൊരു കാര്യം നിശ്ചയിക്കുമ്പോൾ ബന്ധപ്പെട്ടവരോട് കൂടിയാലോചന നടത്തണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാം. അപ്പൊ മലക്കുകൾ തിരിച്ചു ചോദിച്ചു, അതജഅലു ഫീഹ, ഭൂമിയിൽ നീ സംവിധാനിക്കുകയാണോ, മൻ യുഫ്സിദു ഫീഹ, ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരെ. ഫസൽക്ക എന്തോ പറഞ്ഞോ? എങ്ങനെ നാശം ഉണ്ടാക്കുന്നത്? ബിൽ മആസി, ദോഷം ചെയ്തുകൊണ്ട്, ബോംബ് പൊട്ടിക്കൽ കൊണ്ടോ അക്രമം ചെയ്യൽ കൊണ്ടോ ഒന്നുമല്ല. ബിൽ മആസി, ദോഷം ചെയ്തുകൊണ്ട്. ദോഷം ചെയ്താൽ ഈ ദുനിയാവ് നശിച്ചു പോകും എന്ന് ഒരു സൂചന നൽകുന്നുണ്ട് ഈ ആയത്ത്. തെറ്റുകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, തെറ്റുകൾ വർദ്ധിച്ചാൽ നാശം വരും. വയസ്ഫിക്കു അദ്ദിമ, രക്തത്തിനെ ചൊരിക്കുകയും ചെയ്യും, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിനെ നീ സംവിധാനിക്കുകയാണോ? യുരീഖുഹ, യസ്ഫിക്കുന്ന യുരീഖുഹ, രക്തത്തിനെ ഒലിപ്പിക്കും, രക്തച്ചാലുകൾ സൃഷ്ടിക്കും, ബിൽ ഖത്ലി, കൊലപാതകം നടത്തിക്കൊണ്ട്. ഏതുപോലെ? കമാ ഫഅല ബനുൽ ജാൻ, ജിന്ന് വിഭാഗം പ്രവർത്തിച്ചതുപോലെ. ജിന്ന്, മനുഷ്യർ ഇവിടെ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ജിന്നുകൾ ഉണ്ടായിരുന്നു ഇവിടെ. വകാനു, ആ ജിന്ന് വിഭാഗം ഫീഹ, ഭൂമിയിലായിരുന്നു, ഭൂമിയിലുണ്ടായിരുന്നു. ഫലമ്മ അഫ്സദു, അവർ ഭൂമിയിൽ നാശം വരുത്തിയപ്പോൾ, നാശം വിതച്ചപ്പോൾ, അർസലല്ലാഹു അലൈഹിം, അല്ലാഹു അവരുടെ മേൽ അയച്ചു, അൽ മലായികത്ത, മലക്കുകളെ. ഫത്വറദു, അങ്ങനെ മലക്കുകൾ ആട്ടിപ്പായിച്ചു, ഹും, ആ ജിന്ന് വിഭാഗങ്ങളെ, ഇലൽ ജസായിരി, ദ്വീപുകളിലേക്കും, വൽ ജിബാൽ, മലകളിലേക്കും. അപ്പൊ ജനവാസമുള്ള, നാഗരികത ഉള്ള സ്ഥലത്തു നിന്നും
ഉൾക്കാടുകളിലേക്കും മലകളിലേക്കും അടിച്ചു പായിപ്പിച്ചു, അവരെ അട്ടിവിട്ടു. ആര്? മലക്കുകൾ. അപ്പൊ ഈ ഒരു സംഭവം മലക്കുകൾക്ക് അറിയാം. അപ്പോൾ മലക്കുകൾ തിരിച്ച് അള്ളാഹിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യാണോ? എന്നിട്ട് പിന്നെ ഒന്നുകൂടി പറയാം, വനഹ്നു നുസബ്ബിഹു, ഞങ്ങൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു, മുതലബ്ബിസീന ബിഹംദിക, നിനക്ക് സ്തുതി ചെയ്യുന്നതിനോട് ബന്ധിച്ചുകൊണ്ട്. അതായത് നഖൂലു സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ റബ്ബേ. അതുപോലെ വനുഖദ്ദിസു, ഞങ്ങൾ സംശുദ്ധനാക്കുന്നു, ലക, നിന്നെ, നുനസ്സിഹുക, ഞങ്ങൾ നിന്നെ പരിശുദ്ധനാക്കുന്നു, അമ്മാ ലാ യലീഖു ബിക, നിന്നോട് യോജിക്കാത്തതിനെ തൊട്ട്. നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾ തന്നെ ഉണ്ടല്ലോ, ഞങ്ങൾ തന്നെ നിനക്ക് തസ്ബീഹ്, തഹ്മീദ്, തഖ്ദീസ് ചെയ്യാൻ, ദിക്റുകൾ ചൊല്ലാൻ, നീ പറഞ്ഞത് കേൾക്കാൻ, തെറ്റായ ഭാഗത്തേക്ക് പോവാതെ, അങ്ങനെ ഒരു ചിന്തയില്ലാതെ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ, തസ്ബീഹ് ചൊല്ലാൻ, ഹംദ് ചൊല്ലാൻ ഒക്കെ ഞങ്ങൾ തന്നെ ധാരാളമില്ലേ? ഐ ഫനഹ്നു. അപ്പം അതിൻ്റെ അർത്ഥം എന്താ പറയണേ? ഫനഹ്നു, ഞങ്ങൾ, അഹഖു ബിൽ ഇസ്തിഖ്ലാഫ്, പ്രതിനിധിയാകാൻ ഏറ്റവും യോജിച്ചത് ഞങ്ങളല്ലേ? ഞങ്ങളല്ലേ പ്രതിനിധിയാകാൻ ഏറ്റവും യോജിച്ചത്? അപ്പൊ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഇന്നി, ഞാൻ, അഅലമു, ഞാൻ അറിവുള്ളവനാണ്, മാലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം. നിങ്ങൾക്ക് അറിയാത്ത വിഷയങ്ങൾ എനിക്കറിയാം. അതെന്താണ്? മിനൽ മസ്ലഹത്തി, പൊതു നന്മ, ഫി ഇസ്തിഖ്ലാഫി ആദം, ആദം അലൈഹിസ്സലാമിനെ ഖലീഫയാക്കുന്നതിലുള്ള പൊതുവായ നന്മ, അത് എനിക്കറിയാം. അതുപോലെ അന്ന ദുർരിയത്തഹു, ആദം നബി അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങൾ, ഫീഹിം, അവരിലുണ്ട്, അൽ മുതീഉ, എന്നെ അനുസരിക്കുന്നവരുണ്ട്, വൽ ആസി, എനിക്ക് ദോഷം ചെയ്യുന്നവരുമുണ്ട്. ഫയൽഹറുൽ അദ്ലു ബൈനഹും, ഫയൽഹറു, അപ്പോൾ പ്രകടമാകും, അൽ അദ്ലു ബൈനഹും, അവർക്കിടയിൽ നീതി പ്രകടമാകും. നീതി പ്രകടമാവണമെങ്കിൽ അക്രമമുണ്ടാവണം, ക്രമരാഹിത്യമുണ്ടാവണം. അങ്ങനെ നല്ലവരും സ്വാലിഹീങ്ങളും ഫാസിഖീങ്ങളും ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അദ്ല് എന്ന സിഫത്ത് പ്രകടമാവുക. അതുകൊണ്ട് അങ്ങനെ കുറേ മസ്ലഹത്ത്, പൊതു നന്മകൾ അതിലുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. ഓക്കേടാ? നോക്കി. അപ്പൊ ഈ ഏത് ആണ് ഫോളോ ചെയ്തിരുന്നത്? ജിന്നുകളാ, മതമായിട്ട് ഇല്ലല്ല. ആദം നബി അലൈഹി സ്വലാം അന്ന് വന്നിട്ടില്ലല്ലോ. അന്ന് അവർക്ക് പ്രത്യേകമായ ശരീഅത്ത് അന്നില്ല, അന്ന് അവർക്കില്ല. അതൊരു എന്താ പറയാ, ഒരു മുമ്പൊരു ട്രയൽ എന്നൊക്കെ പറയില്ല, ട്രയൽ അലോട്ട്മെന്റ് എന്നൊക്കെ പറയുന്ന പോലെ. അത് മലക്കുകളുടെ കൂട്ടത്തിൽ ഉസ്താദായി നടക്കുന്ന ആളായിരുന്നു ഇബ്ലീസ്.
അപ്പോൾ ഇബ്ലീസിന് അറിവ് കൊടുത്തിരുന്നു, അറിവുള്ള ആളായിരുന്നു. പക്ഷെ അറിവ് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചില്ല. അങ്ങനെ അറിവ് കൊടുത്തവർ അവരുടെ കൂട്ടത്തിലുണ്ട്. ജിന്ന് എന്ന് പറഞ്ഞാൽ നല്ലവരും ഉണ്ട്. നമ്മുടെ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള എല്ലാ വിഭാഗവും ജിന്നുകളുണ്ട്. നിങ്ങൾ ചോദിച്ചത് അവരുടെ ശരീഅത്തല്ല, അന്ന് ശരീഅത്തില്ല, മതനിയമമൊന്നുമില്ല. പക്ഷെ അവർക്ക് അറിവുണ്ട്, ഇൽമു കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ജിന്നുകളുണ്ടല്ലോ, അവർക്ക് നമ്മളെ പോലെ സുന്നികളുണ്ട്, മുജാഹിദുകളുണ്ട്, മറ്റു വിഭാഗങ്ങളൊക്കെ ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട്. ഫഖാലൂ, അവര് പറയുകയാണ്, ലൻ യഖ്ലുഖ റബ്ബുനാ ഖൽഖൻ അക്രമ അലൈഹി മിന്നാ വലാ അഅലമ ലിസബ്ഖിനാ ലഹു വറുഇയത്തിനാ മാ ലം യറഹു ഫഖലഖല്ലാഹു തആല ആദമ മിൻ അദീമിൽ അർളി ഐ വജ്ഹിഹാ ബിഅൻ ഖബല മിൻഹാ ഖബ്ലതൻ മിൻ ജമീഇ അൽവാനിഹാ വഉജിനത് ബിൽ മിയാഹിൽ മുഖ്തലിഫതി വസവ്വാഹു വനഫഖ ഫീഹി റൂഹ ഫസാറ ഹയവാനൻ ഹസ്സാസൻ ബഅദ അൻ കാന ജമാദാ. ഫഖാലു, അവർ പറയാണ്, ലൻ യഖ്ലുഖ റബ്ബുന, ഞങ്ങളുടെ റബ്ബ് സൃഷ്ടിക്കുകയില്ല, ഖൽഖൻ, ഒരു സൃഷ്ടിയെയും സൃഷ്ടിക്കൂല, അക്രമ അലൈഹി മിന്ന, ഞങ്ങളെക്കാൾ ആദരവും ബഹുമാനവുമുള്ള ഒരു സൃഷ്ടിയെ അല്ലാഹു പടക്കൂല, വലാ അഅലമ, ഞങ്ങളെക്കാളും അറിവുള്ള ഒരു പടപ്പിനെ പടക്കൂല എന്നവർ പറഞ്ഞു. കാരണം എന്താ പറയാൻ കാരണം? ലിസബ്ഖിനാ ലഹു, ഞങ്ങൾ അവരെക്കാളും മുൻപുള്ളവരാണല്ലോ. റുഇയത്തിന, ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, മാലം യറഹു, അവർ കാണാത്തതിനെ ഞങ്ങൾ കാണുകയും അവർക്ക് മുമ്പ് ഞങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെക്കാൾ ആദരവുള്ള, ഞങ്ങളെക്കാൾ അറിവുള്ള ഒരു പടപ്പിനെ അള്ളാഹു ഒരിക്കലും പടക്കുകയില്ല എന്നവർ പറഞ്ഞു. പറഞ്ഞപ്പോൾ ഫഖലഖല്ലാഹു തആല, അല്ലാഹു തആല പടച്ചു ആദം അലൈഹിസ്സലാമിനെ പടച്ചു. മിൻ അദീമിൽ അർളി, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന്, ഐ വജ്ഹിഹ, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന്, ബി അൻ ഖബല മിൻഹ, ഭൂമിയിൽ നിന്ന് അല്ലാഹു എടുത്തു, ഖബ്ലതൻ, ഓരോ എടുക്കൽ, മിൻ ജമീഇ അൽവാനിഹ, ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത നിറത്തിലുള്ള വസ്തുക്കളെ എടുത്തു. വഉജിനത്, അതിനെ കുഴച്ചു, ബിൽ മിയാഹി, വെള്ളം കൊണ്ട്, അൽ മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായ വെള്ളം കൊണ്ട് കുഴച്ചു. വസവ്വാഹു, അതിനെ ക്രമപ്പെടുത്തി. വനഫഖ ഫീഹി റൂഹ, അതിൽ റൂഹിനെ അല്ലാഹു സന്നിവേശിപ്പിച്ചു. ഫസാറ ഹയവാനൻ, അങ്ങനെ അതൊരു ജീവനുള്ള വസ്തുവായി. ഹസ്സാസൻ, പഞ്ചേന്ദ്രിയങ്ങൾക്ക് സ്വാധീനമുള്ള, ഹസ്സാസ്, പഞ്ചേന്ദ്രിയങ്ങൾ കേൾക്കാനും കാണാനും തൊടാനും മണക്കാനും രുചിക്കാനും അറിയാൻ പറ്റിയ ഒരു ജീവിയായി മാറി. ഏതിനു ശേഷം? ബഅദ അൻ കാന ജമാദൻ, അത് നിർജീവമായ, ജീവനില്ലാത്ത ഒരു ഇനാനിമേറ്റായ വസ്തുവായതിനു ശേഷം. അപ്പൊ മലക്കുകൾ അവര് വിചാരിച്ചത് ഞങ്ങളെക്കാളും വലിയ ഒരു വലിയൊരു പടപ്പിനി വരാനില്ല എന്ന രൂപത്തിലാണ്. അപ്പോൾ അത്
അവരുടെ ഒരു തെറ്റായ ധാരണ എന്നൊന്നും പറയാൻ പറ്റില്ല. അവരതങ്ങനെ വിചാരിച്ചു അവരുടെ ഇതനുസരിച്ച്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും എല്ലാ വിഷയത്തെക്കുറിച്ചും ഉൾക്കാഴ്ചയുള്ളവനുമാണല്ലോ. അപ്പോൾ മാന്യമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിച്ചു, അവരോട് കാര്യങ്ങളൊക്കെ ധാരണയാക്കി. ഓക്കെ അല്ലേ? എന്നാൽ ഈ ആയത്തൊന്ന് പറയും ഒരാൾ, നോക്കട്ടെ. ഇപ്പോൾ പറഞ്ഞതൊന്ന് പറയും. ഫസൽക്ക പറയും. ആ സംവിധാനിക്കുകയാണ് എന്ന്. ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ തസ്ബീഹും തഹ്മീദും ഒക്കെ ചെല്ലുന്നു. അതായത് ഞങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, ഇനി എന്തിനാണ് ഞങ്ങളെക്കാളും വലിയൊരാളില്ലല്ലോ എന്ന രൂപത്തിൽ പറഞ്ഞു. അപ്പൊ കാല അല്ലാഹു പറഞ്ഞു, ഈ ആയത്തില് ഒരുപാട് നേട്ടങ്ങളുണ്ട്, പഠന നേട്ടങ്ങളുണ്ട്. ഒന്ന്, മുഷാവറ ചെയ്യുക എന്നുള്ളതൊരു പഠന നേട്ടമാണ്. അത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ചിലപ്പോൾ നമ്മുടെ തീരുമാനമായിരിക്കും നടപ്പിലാവുക. നമ്മൾ കുറേ പരിചയമുള്ള അനുഭവ സമ്പത്തുള്ള ആളുകളായിരിക്കും. പക്ഷേ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മൈന്യൂട്ടായ നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത പല വിഷയങ്ങളും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ട് നമുക്കതിനെ മാറ്റാനും. കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അതാ ഞാൻ പറഞ്ഞു വന്നത്. ഒന്ന്, നമ്മൾ മുഷാവറ ചെയ്യണം എന്നുള്ളത്. നമ്മളെക്കാളും അറിവും അനുഭവവും കുറവുള്ള ആളുകളാണെങ്കിൽ കൂടി അവർ കൂടി ഇതിൽ ഇൻക്ലൂഡാണ് എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ ചെയ്യണം. ഒരു വലിയ സ്ഥാപനം നമ്മളാണ് നടത്തുന്നത് എങ്കിൽ കൂടി ഞാൻ അതിൻ്റെ എന്താ പറയുക, ഏകാധിപതിയാണ്, ഞാൻ തന്നെയാണ് എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത്, ബാക്കിയുള്ളവരൊക്കെ ഇപ്പം എന്താ അഭിപ്രായം പറയാം, അതൊക്കെ എനിക്കറിയില്ലേ എന്ന രൂപത്തിൽ
നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ അത് വലിയ നാശമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും മറ്റുള്ളവർ കൂടി ഇൻക്ലൂസീവായിട്ട് അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്ന് വേറെ തന്നെയായിരിക്കും. ഞങ്ങളോടൊക്കെ ചോദിച്ചല്ലോ അല്ലേ, വലിയൊരാൾ നമ്മളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അന്ന് അങ്ങനെ ചെയ്യല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മെ പരിഗണിച്ചു, അതുപോലെ നമുക്കും അതൊരു മനസാന്നിധ്യത്തോടു കൂടെ അതിൽ പ്രവർത്തിക്കാനൊരു കാരണമാണ്, ഒരു സഹായമാണ്. അപ്പോൾ അത് പിന്നെ ഭൂമിയിൽ പല രൂപത്തിലുള്ള ആളുകളും ഉണ്ടാകും. നല്ല നിലക്ക് ജീവിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗം സമ്പാദിക്കണം എന്നതാണ് ഒരു മുഅ്മിനായ ഒരു യഥാർത്ഥ വിശ്വാസി ആഗ്രഹിക്കേണ്ടതും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതും എന്നീ സൂറത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുക. എല്ലാവരും ഉഷാറായി എല്ലാവരും നന്നാവുക എന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമല്ല. എല്ലാവർക്കും നന്നാവാനുള്ള സാഹചര്യവും എല്ലാവർക്കും ബുദ്ധിയും ശക്തിയും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരവരുടെ ബുദ്ധി അനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്ത് വിശ്വസിച്ച് പൂർണ്ണമായ ഈമാൻ ഉൾക്കൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവന് നീതിയുക്തമായ, അവന് അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട്, ഔദാര്യം കൊണ്ട് പരലോകത്ത് വലിയ നന്മകൾ, വലിയ പുണ്യങ്ങൾ ലഭിക്കും. എന്നാൽ ഒരാൾ വിശ്വസിച്ചില്ല, തോന്നിയതുപോലെ നടന്നു, തോന്നിവാസിയായി നടന്നു, തെറ്റുകളൊക്കെ ജീവിതത്തിൽ ധാരാളം ചെയ്തു, അള്ളാഹുവിനനുസരിക്കാതെ ജീവിച്ചു, അവനക്ക് അള്ളാഹു അതില് വെളിവാക്കിയിട്ട് അള്ളാഹുവിൻ്റെ നീതി എന്ന വിശേഷണം കൊണ്ട് അള്ളാഹു നീതി കാണിച്ചുകൊണ്ട് അവനെ നരകത്തിലേക്കും അള്ളാഹു ആക്കുന്നതാണ്. അതാണിപ്പോൾ ഈ ആയത്തിൻ്റെ ലക്ഷ്യം. യെസ്, وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഓക്കെ. വഅല്ലമ, അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അസ്മാ അൽ മുസമ്മയാത്ത്, മുഴുവൻ വസ്തുക്കളുടെയും പേരിനെ പഠിപ്പിച്ചു കൊടുത്തു. ഓരോന്നും എന്താണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തു. പേര് എന്ന് പറഞ്ഞാൽ അതും അതിൻ്റെ അടയാളങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. കുല്ലഹ, എല്ലാത്തിൻ്റെയും എല്ലാ പേരും പഠിപ്പിച്ചു കൊടുത്തു. ബി അൻ അൽഖാ ഫീ ഖൽബിഹി, അതെങ്ങനെ അള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ബി അൻ അൽഖാ, അള്ളാഹു ഇട്ടുകൊടുത്തു. ഫീ ഖൽബിഹി, ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഹൃദയത്തിൽ ഇൽമഹ, ആ വസ്തുക്കളെക്കുറിച്ചുള്ള അറിവിനെ ഇട്ടുകൊടുത്തു. എല്ലാ വസ്തുക്കളെക്കുറിച്ചുമുള്ള അറിവ് അള്ളാഹു ഇട്ടുകൊടുത്തു. ഹുമ്മ അറലഹും, പിന്നെ അള്ളാഹു പ്രദർശിപ്പിച്ചു. ഹും അയിൽ മുസമ്മയാത്തി, ആ വസ്തുക്കളെ അള്ളാഹു പ്രദർശിപ്പിച്ചു. അലൽ മലായികത്തി, മലക്കുകളുടെ മുമ്പിൽ. ഫഖാല, എന്നിട്ട് അള്ളാഹു പറഞ്ഞു. ലഹും, മലക്കുകളോട് പറഞ്ഞു. തബ്കീതൻ, അവരെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി. അവർ പറയില്ല എന്നാ അറിയാം, അവരെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി പറഞ്ഞു. അംബിഊനി അഖ്ബിറൂനി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, നിങ്ങൾ എനിക്ക് വിശദീകരിച്ചു തരൂ, അറിയിച്ചു തരൂ. ബി അസ്മാഇ ഹൗലാഇൽ മുസമ്മയാത്തി, ഈ വസ്തുക്കളുടെ പേരുകൾ പറയൂ. കുറേ വസ്തുക്കളുണ്ട്, വെച്ചു കൊടുത്തു. ഡെമോൺസ്ട്രേഷൻ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞാൽ ഈ വസ്തുക്കളുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ടാ,
ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണ്. ഫി അന്നി ലാ അഖ്ലുഖു അഅലമ മിൻകും, നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ, നിങ്ങളെക്കാളും അറിവുള്ള ഒന്നിനെ ഞാൻ പടക്കൂല. ഔ അന്നക്കും അഹക്കു ബിൽ ഖിലാഫ, പ്രതിനിധിയാകാൻ നിങ്ങളാണ് ഏറ്റവും യോജിച്ചത് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ നീതിപരമായിട്ട് പറഞ്ഞതാണ്, സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് എങ്കിൽ ഈ വസ്തുക്കളുടെ പേരുകൾ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു. وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അള്ളാഹുവിന് ആദ്യം തന്നെ ഈ വിഷയങ്ങളൊക്കെ അറിയാം. പക്ഷേ പിന്നെ ചോദ്യം ഉണ്ടാവില്ല. പിന്നെന്താ ഉണ്ടാവാൻ പാടില്ല? ചോദ്യം ഉണ്ടാവാൻ പാടില്ല. അതിനാണ് ഇപ്പം ഈ പറയുന്നത്. ഖാലൂ, മലക്കുകൾ പറഞ്ഞു, സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. തൻസീഹൻ ലക, നിന്നെ പരിശുദ്ധനാക്കുന്നു. അനിൽ ഇഅ്തിറാലി അലൈക, നിന്റെ മേൽ ചോദ്യം ഉന്നയിച്ചതിനെ തൊട്ട്. നിന്റെ മേൽ അന്യായമായ ചോദ്യം ഞങ്ങൾ ഉന്നയിച്ചല്ലോ, അതിനെ തൊട്ട് ഞങ്ങൾ നിന്നെ പരിശുദ്ധനാക്കുന്നു, ഞങ്ങൾ അതിനെ തൊട്ട് ഖേദിക്കുന്നു. ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് ഒരു അറിവുമേ ഇല്ല. ഇല്ലാ മാ അല്ലംതനാ ഇയ്യാഹു, നീ പഠിപ്പിച്ചതല്ലാതെ, നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതല്ലാതെ ഞങ്ങൾക്ക് ഒരറിവുമില്ല. ഞങ്ങൾ നിന്നോട് ഇഅ്തിറാൽ, കുത്തിച്ചോദിക്കാതെ ശരിക്കും പറയാം, കുത്തിച്ചോദിക്കുക, എന്താ പറയാ, എടങ്കോലിട്ട് ചോദിക്കുക എന്നൊക്കെ പറയില്ലേ, അതിനെ ഞങ്ങൾ ചോദിച്ചത് നീ ഞങ്ങൾക്ക് മാപ്പ് തരണം, നിന്നെ പരിശുദ്ധനാക്കുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലിയാല്, അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ അള്ളാഹുവെ എന്നെ പരിശുദ്ധനാക്ക് നീ, എൻ്റെ ദോഷങ്ങളിൽ നിന്നൊക്കെ. അള്ളാഹ് നമ്മൾ പരിശുദ്ധനാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹുവിനെ പരിശുദ്ധനാക്കുന്നു, നീ എത്ര പരിശുദ്ധൻ, വലിയ പരിശുദ്ധനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നെ നീ എന്താക്കണം, പരിശുദ്ധനാക്കണം. അപ്പൊ മലക്കുകൾ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം, ഞങ്ങളാ നിന്നോട് കുത്തി ചോദിച്ചില്ലേ, അത് നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ. ഇന്നക അൻത, തീർച്ചയായും നീ, തഅ്കീദുൽ കാഫി, ഇന്നക തീർച്ചയായും നീ, അൻത നീ, രണ്ട് തഅ്കീദാണ് അവിടെ. ശരിക്കും ഇന്നക്കൽ അലീമുൽ ഹക്കീം എന്ന് പറഞ്ഞാൽ മതി. ഇന്നക്ക അൻതാന്ന് വീണ്ടും പറഞ്ഞു, അത് തഅ്കീദുൽ കാഫി, കാഫിനെ തഅ്കീദാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ. തീർച്ചയായിട്ടും നീ തന്നെ, അൽ അലീമു, കൂടുതൽ അറിവുള്ളവനാണ്, അൽ ഹക്കീമു, കൂടുതൽ തന്ത്രമുള്ളവനുമാണ്. അല്ലദീ ലാ യഖ്റുജു ശൈഉൻ അൻ ഇൽമിഹി, അവൻ്റെ ഇൽമിനെ തൊട്ട് ഒന്നും പുറത്തു പോകൂല. വഹിക്മത്തിഹി, അവൻ്റെ തത്വജ്ഞാനത്തെ തൊട്ട്, അവൻ്റെ തന്ത്രത്തിനെ തൊട്ട് ഒന്നും, വിസ്ഡത്തിനെ തൊട്ടൊന്നും പുറത്തു പോകില്ല. ഓക്കെ, എല്ലാ വിസ്ഡവും, എല്ലാ അറിവും, എല്ലാ വിഷയവും നിന്നിൽ സമ്മേളിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ മലക്കുകൾക്ക് അവരുടെ അശക്തതയെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ക്ലിയർ അല്ലേ? ഇതും കൂടി പറയാം. ഖാല തആല, അല്ലാഹു പറയുന്നു, യാ ആദം, ആദം നബിയെ, അംബിഉഹും, നിങ്ങൾ അവർക്ക് അറിയിച്ചു കൊടുക്കൂ, അയിൽ മലായികത, മലക്കുകൾക്ക്, ബി അസ്മാഇഹിം, ആ വസ്തുക്കളുടെ പേരുകളെ, അൽ മുസമ്മയാത്തി, ആ മുസമ്മകളുടെ വസ്തുക്കളുടെ പേരുകളെ പറഞ്ഞു കൊടുക്കൂ. ഫസമ്മ,
അങ്ങനെ ആദം നബി പേരു പറഞ്ഞു കൊടുത്തു. കുല്ല ഷൈഇൻ, ഓരോ വസ്തുവിനെയും, ബിസ്മിഹി, ആ ഓരോ വസ്തുവിൻ്റെയും പേര് പറഞ്ഞു കൊടുത്തു. വദക്കറ, പേര് എന്ന് പറഞ്ഞാൽ പേര് മാത്രമല്ല, വദക്കറ, ആദം നബി പറഞ്ഞു കൊടുത്തു. ഹിക്മത്തഹു അല്ലത്തി ഖുലിഖ ലഹ, എന്തൊരു ഹിക്മത്തിന് വേണ്ടിയാണ്, എന്തൊരു തന്ത്രമാണ്, എന്തൊരു ലക്ഷ്യമാണ് അവകൾ പടക്കപ്പെട്ടത് കൊണ്ടുള്ളത്, അതും പറഞ്ഞു കൊടുത്തു. ഒരു വസ്തുവിനെ കുറിച്ച് പറഞ്ഞു, ഇതിനെ പടക്കാൻ കാരണം ഇന്നതാണ്, ഇതിൻ്റെ ക്വാളിറ്റി ഇന്നതാണ്, ഇതിന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു. വദക്കറ, അതൻ നബി പറഞ്ഞു. ഹിക്മത്തഹുല്ലത്തി ഖുലിഖ ലഹ, അതിനു ഏതൊന്നിനു വേണ്ടിയാണോ അത് പടക്കപ്പെട്ടത്, എന്തൊരു കാരണത്തിന് വേണ്ടിയാണോ അത് പടച്ചത്, അതും പറഞ്ഞു കൊടുത്തു. ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം, ആ പേരുകളെല്ലാം ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തപ്പോൾ, ഖാല തആല ലഹും, അല്ലാഹു അവരോട് പറഞ്ഞു, മലക്കുകളോട് പറഞ്ഞു, മുവബ്ബിഹൻ, ഭയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അലം അഖുൽ ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നി അഅലമു, തീർച്ചയായും ഞാൻ അറിവുള്ളവനാണ്, ഗൈബസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യമായ കാര്യങ്ങളെ ഞാൻ അറിവുള്ളവനാണ്. മാ ഖാബ ഫീഹിമാ, ആകാശത്തും ഭൂമിയിലുമൊക്കെ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ എനിക്കറിയാം. വ അഅലമു, എനിക്കറിയാം, മാ തുബ്ദൂന, നിങ്ങൾ പ്രകടമാക്കുന്നതറിയാം, മാ തുദ്ഹിറൂന, നിങ്ങൾ വ്യക്തമാക്കുന്നതറിയാം, മിൻ ഖൗലിക്കും, നിങ്ങളുടെ വാക്കുകളിൽ നിന്ന്, നിങ്ങളുടെ വാക്കിലൂടെ വ്യക്തമായ കാര്യം എന്താ, നിങ്ങളുടെ വാക്കേതാ, അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ എന്ന് നിങ്ങൾ വാക്കാൽ പറഞ്ഞു. ആ വാക്കിൽ നിന്നും പ്രകടമായി എക്സ്പ്ലിസിറ്റായിട്ട് മനസ്സിലായ കാര്യം എനിക്കറിയാം. വമാ കുൻതും തക്തുമൂൻ, നിങ്ങൾ മറച്ചു വെച്ച കാര്യവും അറിയാം, രഹസ്യമാക്കി വെച്ച കാര്യവും അറിയാം. തുസിറൂന മിൻ ഖൗലിക്കും, നിങ്ങളുടെ വാക്കിലൂടെ നിങ്ങൾ മറച്ചു വെച്ച കാര്യം എന്താ, മറച്ചു വെച്ചത്, അല്ലാഹു പടക്കുകയില്ല, അക്രമ അലൈഹി മിന്ന, ഞങ്ങളെക്കാൾ ആദരവുള്ള ഒരു വസ്തുവിനെ പടക്കൂല, വലാ അഅലമ, ഞങ്ങളെക്കാൾ അറിവുള്ള ഒന്നിനെയും പടക്കൂല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് നിങ്ങൾ കൗലിലൂടെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ വാക്കിൻ്റെ ഉള്ളിൽ അത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതും എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞതും പറയാൻ പോകുന്നതും രഹസ്യമായതും പരസ്യമായതും എല്ലാം എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ. ഖാല യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം ഫലമ്മാ അംബഅഹും ബിഅസ്മാഇഹിം ഖാൽ അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർള് വഅഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്ന കാര്യവും എനിക്ക് അറിയാവുന്നതാണ്.